ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാനൊരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്നൊരു മോഡലല്ല, കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടൊരു രീതിയിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് മാർബിൾ ബീഡ്സ് ബ്ലാക്ക് കളറിൽ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ഇടയ്ക്കിടാനായിട്ട് ഗോൾഡൻ ബീഡ്സ്, പിന്നെ ജംറിങ്, ഫിഷ് ലോക്ക്, പിന്നെ അതിൻ്റെ ഒരു പീസ് ചെയിന്, ഗിയർ ലോക്ക്, ഗിയർ വയർ. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ചെയിന് ഈ ഒരു പീസ് ചെയിൻ എടുത്തിട്ടുണ്ട്. അത് കയറ്റി ഒരു ഹോളിലേക്ക് കയറ്റിയിട്ട് ഗിയർ ലോക്ക് ഇട്ടിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുവാണേ. കയറ്റി ഇനി ഒരു ഗിയർ ലോക്ക് കൂടി ഇട്ട് രണ്ടിലും കൂടി ഒരുമിച്ചാണ് കയറ്റുന്നത് കേട്ടോ. ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഒരു ബീഡ്സ് ഒരു ഹോളിലേക്ക് ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് അടുത്ത ബീഡ്സ് ഇട്ട് കൊടുക്കുന്നത് വേറൊരു ഹോളിലേക്കാണ്, വേറൊരു വയറിലേക്കാണ്. ഇതേപോലെ ഇനി രണ്ട് വയറും കൂടി ചേർത്ത് പിടിച്ചിട്ട് ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുക. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുത്തു. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് വയറിലും ഓരോ ബീഡ്സ് വെച്ചിട്ട് കൊടുക്കുവാണേ. ഇനി വീണ്ടും ഗോൾഡൻ ബീഡ്സ് രണ്ട് ഇതിലും കൂടി ഓരോന്ന് ഇട്ട് കൊടുത്തു. കണ്ടോ, ഇതേപോലെ. നമുക്കൊരു 5 മിനിറ്റിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ബീഡ്സ് ഒരു വർക്കാണ് കേട്ടോ ഇത്. നമ്മളെപ്പോഴും ചെയ്യുന്ന ആ ഒരു മോഡലിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരെണ്ണം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സെയിൽ കൂടാനൊക്കെ നല്ലതായിരിക്കും. കാരണം ഇപ്പം ഈ ഒരു ബീഡ്സ് ആണല്ലോ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വരുന്നത്. ഒരുപാട് ഇപ്പോഴത്തെ ഈ ഒരു ബീഡ്സിൻ്റെ പല 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 വെറൈറ്റിയിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്ത് നോക്കാം. നമ്മൾ ഇലാസ്റ്റിക് ടൈപ്പ് അല്ലാത്തത് കൊണ്ട് നമ്മുടെ കൈക്ക് പാകത്തിനനുസരിച്ച് അതിൻ്റെ ലെങ്ത് എടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ലാസ്റ്റ് ഇപ്പം ഇത്ര ഇടുന്നുള്ളൂ. ലാസ്റ്റ് ജംറിങ് ഇട്ട് കൊടുത്ത് ലോക്ക് ചെയ്യണം. ലാസ്റ്റ് ഒരു ഗിയർ വയർ ഇട്ട് കൊടുത്തു. ഇനി ഒരു ജംറിങ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ ഗിയർ വയറിലേക്ക് തിരിച്ച് കയറ്റാത്. ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ബാലൻസ് പീസ് കട്ട് ചെയ്ത് കളയാം. ഫിഷ് ലോക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം.
ഓക്കെ, അപ്പോൾ നമ്മുടെ ചെയിൻ റെഡിയായി. നമുക്കിനി ഇത് ഉള്ളതുകൊണ്ട് സൈസ് നമുക്ക് പ്രശ്നം വരത്തില്ല കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ സൈസ് അനുസരിച്ച് നമുക്കിത് ലെങ്ത്ത് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതാ പെട്ടെന്നൊരു ബ്രേസ്ലെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.